ഒരു കാറ്റായിരുന്നു ഇവിടെ ഉണ്ടായത്. ഏകദേശം ഒരു 7:15 7:30 ഇടയ്ക്ക് അങ്ങനെയാണ് ഈ മരം കടപുഴകി വീഴുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഏകദേശം ഒരു വർഷം കൊണ്ടാണ് ഞങ്ങളിവിടെ ഈ പിന്നെ നടപ്പന്തലും സ്റ്റേജിന് മുന്നിലുള്ള പന്തലുമൊക്കെ ഞങ്ങൾ തീർത്തത്. കൂടാതെ ക്ഷേത്ര സംരക്ഷണ സമിതിയും കൂടാതെ ഇവിടുത്തെ ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര ഭാരവാഹികളും കൂടി ചേർന്നാണ് ഏകദേശം 50 ലക്ഷം രൂപ മുടക്കിയാണ് ഇതെല്ലാം ചെയ്തു തീർത്തത്. അതെല്ലാം ഇപ്പം വൃഥാവിലായി. പിന്നെ ഞങ്ങൾക്കൊരു ആശ്വാസം, ആർക്കും യാതൊരു വിധമായ ആളപായവും ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസമാണ് ഇപ്പോൾ. ഇന്നത്തേക്കുള്ള കർക്കിടക 1-ാം തീയതിത്തേക്കുള്ള ഞങ്ങൾ കുരുത്തോലയെല്ലാം വെട്ടി കണ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതിശക്തമായ ആ മഴയും കാറ്റും കൂടെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു നടപ്പന്തലും പണിതിട്ട് 2 വർഷമേ ആയുള്ളൂ. അതിനുശേഷമാണ് 1 വർഷമേ ആയുള്ളൂ ഈ കൺവെൻഷൻ പന്തൽ പണിതിട്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് എല്ലാവരുടെയും ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നടപ്പന്തലും ഒരു കൺവെൻഷൻ പന്തൽ ഉണ്ടാക്കുക എന്നുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടി ഈ ഉത്സവ കമ്മിറ്റിയൊക്കെ സഹകരണത്തോടുകൂടി നേതൃത്വത്തിൻ്റെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടിയാണ് ഈ കഴിഞ്ഞ വർഷമാണ് അത് രണ്ടും പുരോഗതി നമുക്ക് തീർക്കാൻ സാധിച്ചത്. എങ്കിലും പെട്ടെന്നുണ്ടായ ഈ ഒരു ക്ഷതം ഞങ്ങൾക്ക് ആർക്കും ഭയങ്കര സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ കുമ്മനം കരയിലുള്ള എല്ലാ കുമ്മനം നിവാസികളും. ഈ കാഞ്ഞിരെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിന് ഞങ്ങൾക്ക് ഓർമ്മ വെച്ചുമാലും മുതൽ ഇവിടെ കാഞ്ഞിരമുണ്ട്. അതൊരു പറയുന്ന ഒരു 400 വർഷത്തിന് മുകളിൽ 500 വർഷത്തിനകം ഉണ്ട്, അതിൻ്റെ പ്രായമുണ്ട്. ഇതിന് ഞങ്ങളൊരു 14 വർഷം മുമ്പ് ഇതിനെ ആദരിക്കുകയും ഒക്കെ ഇവിടെ അങ്ങനെ പരിപാടികളൊക്കെ നടത്തിയതായിരുന്നു ഇതിന് വേണ്ടിയിട്ട് കാഞ്ഞിരത്തെ. പക്ഷേ ഇതിന് കാലപ്പഴക്കം കൊണ്ടായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് ഇന്നലത്തെ ഒരു ചുഴലിക്കാറ്റെന്ന് തന്നെ പറയാം. ഞങ്ങളിരിക്കുമ്പം വളരെ ശക്തിയോടുകൂടി ഒരു ശബ്ദത്തോടു കൂടി ഇങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ കാറ്റ് വന്നു. ഇത് അപ്രതീക്ഷിതമായിട്ട് വന്ന് വീഴുകയായിരുന്നു. ഞങ്ങൾ തലനാലിരയ്ക്കാണ്, ഞങ്ങൾ 4 പേരും തലനാലിരയ്ക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അതായത് ഈ കൺവെൻഷൻ പന്തലിനകത്തിരുന്നാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ബീമൂടെ ഓടിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അടിയിൽപ്പെട്ട് ഞങ്ങൾ 4 പേരും ഞങ്ങൾക്ക് ഈ അപകടമുണ്ടായത്. ഏതായാലും ഞങ്ങൾ ഒന്നുമില്ലാതെ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ രക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട്.